ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് അറിയാമോ? അതെ, നമ്മുടെ മുൻ രാഷ്ട്രപതിയായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രിയങ്കരനായ APJ അബ്ദുൽ കലാമാണിത്. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്നു. 2002-2007 രാഷ്ട്രപതിയായ കാലം. അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം ഒക്ടോബർ 15, 1931 ജനിച്ചു. ജൂലൈ 27, 2015 അന്തരിച്ചു. പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു ഇദ്ദേഹം. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ഇദ്ദേഹം ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISRO തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെയും ബാലിസ്റ്റിക് മിസൈലിന്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അബ്ദുൽ കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട്. പൊഖ്രാൻ അണ്വായുധ പരീക്ഷണത്തിനു പിന്നിൽ സാങ്കേതികമായും ഭരണപരമായും കലാം സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ഇപ്പോൾ കലാമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിച്ചില്ലേ? ഇത്ര ഞാൻ നീട്ടി വലിച്ചു പറഞ്ഞപ്പോ കൂട്ടുകാർക്ക് ചെറിയ സംശയം തോന്നിട്ടുണ്ടാവും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കലാമിനെ കുറിച്ചുള്ള വല്ല കഥകളും ആയിരിക്കുമെന്ന് അല്ലേ? കൂട്ടുകാർ ചോദിച്ചത് ശരിയാണ്. കലാം കഥകൾ എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് പുസ്തകത്തിലേക്ക് കിടക്കാം. ഞാൻ വീണ്ടും വന്നു. നമ്മൾ പറഞ്ഞിരുന്നു കലാം കഥകൾ എന്ന പുസ്തകത്തിലേക്ക് കടക്കാമെന്ന്. പക്ഷെ അതിനു മുമ്പ് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു പാഠമായിരുന്നു പരിശ്രമം ചെയ്യുകിലെന്തിനേയും. ഇതില് കലാമിനെ കുറിച്ച് തന്നെയാണ് പറയണത്. ഇതില് കലാം എന്ന് വെച്ചാൽ ബഹിരാകാശമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണാണ്. അതിലൊരു പ്രവർത്തനമാണ് SLV-3 വിക്ഷേപണം. ഇത് മാത്രമല്ല, ഉപഗ്രഹ വിക്ഷേപണങ്ങളും ഈ പാഠത്തിൽ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മുടെ കലാം കഥകളിലും. അതായത് കലാമിന്റെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ നടന്നിട്ടുണ്ട്. അതിനൊക്കെ കുഞ്ഞു കുഞ്ഞു കഥകളായിട്ട് മനുപ്രതാപ് വളരെ ലളിതമായി ഒരു പുസ്തകത്തിലേക്ക് കടത്തി. ആ പുസ്തകത്തിന്റെ പേരാണ് കലാം കഥകൾ. വിനായക് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ച 50 രൂപ മാത്രം വിലയുള്ള ഇതില് 11 കഥകളല്ലേ ഉള്ളത്. എടാ മിടുക്ക, എന്നതില് നിനക്ക് ഇഷ്ടപ്പെട്ട കഥ ഏതാ? എനിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാ കഥകളും ഇഷ്ടായി. ശരി, കഥകളിലും നമുക്ക് നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റും. അതെ, പ്രഭു പറഞ്ഞ പോലെ തന്നെ ഇതിലെ കഥകൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രാവർത്തികമാക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കലാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കൂട്ടുകാരും ഈ പുസ്തകം വായിക്കണേ. താങ്ക് യു.